നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. അളവ് പോലും എത്ര കൃത്യം നോക്കി. ഒരു ഊഹം വെച്ച് വാങ്ങിയതാ ഞാൻ. എന്നിട്ടും രാജുവിന്റെ വിരലിൽ തിട്ടപ്പോ എന്ത് രസാ കാണാൻ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കട്ട് ചെയ്യാതെ ഈ കേക്ക് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത് എന്തിനാന്നറിയോ? രാജുവിനെ കൊണ്ട് കട്ട് ചെയ്യിക്കാനാ. ഈ ബർത്ത്ഡേക്ക് രാജു വേണം കേക്ക് മുറിക്കാൻ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളല്ലേ സാധാരണ കേക്ക് കട്ടിയാറ്. അത് പഴയ സ്റ്റൈല്. ഇപ്പോ ഇതാണ് ഫാഷൻ. രാജുവാ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. വാ വാ. ഹലോ രമ്യ. വന്നേ. ആ കട്ടേ മോനെ. അമ്മ മോളെ അച്ഛനില്ലയോ? എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം രാജുവിനോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് കുറച്ച് മാറി നിൽക്കാം. പേഴ്സണലാ, മറ്റാരും കേൾക്കാൻ പാടില്ല. വാ. എന്താ രമ്യ? പറയാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം പറ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ഇന്ന് രാജുവിനെ എങ്ങും വിടില്ല. ഇപ്പൊ രാത്രിയായി. ഇനിയുള്ള സമയം മുഴുവൻ രാജു എന്റെ ഒപ്പം ഉണ്ടാവണം. വർമ്മ സാറിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ മുഴുവൻ ചാർജ് ഇപ്പൊ എനിക്കാ. ഇപ്പൊ തന്നെ എനിക്ക് മണ്ഡപത്തിലെത്തണം. ഭക്ഷണം കഴിക്കാതെ രാജുവിനെ എങ്ങോട്ടും വിടില്ല. ദേ, കഴിക്കാതെ എങ്ങാനും പോയാ ഞാൻ പിന്നെ ഒരിക്കലും രാജുവിനോട് മിണ്ടില്ല. കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിക്കും. കഴിക്കണമല്ലോ. കഴിക്കാം. എന്നിട്ടേ പോവൂ. രാജുവിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. എന്താ ഇത്? ഒരു സമ്മാനം. സാധാരണ അങ്ങോട്ടല്ലേ സമ്മാനം തരേണ്ടത്? രമ്യയുടെ അല്ലേ ബർത്ത്ഡേ? അത് പഴയ സ്റ്റൈല്, ഇത് പുതിയ സ്റ്റൈൽ. ഓ, വാങ്ങ്. ഞാനും രമ്യക്കൊരു സമ്മാനമായിട്ടാ വന്നിരിക്കുന്ന. സമ്മാനമല്ല, ഒരു കടം വീട്ടല. പ്രിയയ്ക്ക് വേണ്ടി മുടക്കിയ കാശ്. അത് ഞാൻ കടായിട്ടല്ലല്ലോ തന്നത്. രാജുവിന്റെ വീട്ടിലൊരു ആവശ്യം വന്നാ അത് തീർക്കാനുള്ള ബാധ്യത എനിക്കും ഇല്ലേ? രണ്ടു വീട്ടുകാരെയും രണ്ടായിട്ടല്ല ഞാൻ കാണുന്നേ, ഒന്നായിട്ടാ. അതെങ്ങനെ ഒന്നാവും? നമ്മൾ രണ്ടല്ലേ? അത് ഇപ്പോ. നാളെ അത് മാറുമല്ലോ. ഇല്ലേ? മാറില്ലേ? ശരി, ആ കാശിങ്ങതാ. ഇനി ആ ബോക്സ് തുറന്നു നോക്കുന്നില്ലേ? അല്ല, വീട്ടിൽ ചെന്നിട്ട് പോരെ? പോരാ, ഇപ്പൊ ഇവിടെ വെച്ച് തുറക്കണം. തുറക്ക് രാജു, പ്ലീസ്.
എന്തിനാ രമ്യേ ഇതൊക്കെ വാങ്ങാൻ പോയത്? ആ, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാ. അതിങ്ങതാ, ഞാൻ ഇട്ടുതരാം. ഏയ് അതൊന്നും വേണ്ട, ഞാനിട്ടോളാം. എവിടെ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. അളവ് പോലെ എത്ര കൃത്യം നോക്കി. ഒരു ഊഹം വെച്ച് വാങ്ങിയതാ ഞാൻ. എന്നിട്ടും രാജുവിന്റെ വിരലിൽ ഇതിട്ടപ്പോ എന്ത് രസാ കാണാൻ. ആ പിന്നെ രാജു, എനിക്ക് രാജുവിനോട്. അതെ, ആ രണ്ടാള് സംസാരിച്ച് തീർന്നെങ്കിൽ ഒന്ന് വേഗം വന്നാ നന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കണം. അവരെല്ലാം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. വേഗം വാ, വാ മോളെ, വാ. രാജു, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞില്ല. അത് പിന്നൊരിക്കലാവാലോ. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ? വാ രാജു. വാ. ഛേ. ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങോട്ടിരിക്കാം. വരൂ. വരൂ വരൂ. മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവൾക്കൊരു പരീക്ഷ. മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ വടക്കേലെ മാലതി അമ്മയുടെ മോള്. ഓ, ഇപ്പൊ മനസ്സിലായി. ശരിക്ക് വിളിച്ചവരാരും കല്യാണത്തിന് വരാതിരുന്നില്ല. എല്ലാം നിന്റെ മഹത്വ. എന്റെയോ? ഒരിക്കലും അല്ല. നമ്മുടെ കുടുംബത്തിനെന്ന് പറയുകയും ചെയ്യും. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ നീയല്ലേ പ്രതാപ? നീ ഇല്ലായിരുന്നെങ്കി എന്നെ കെട്ടുപോകേണ്ടതായിരുന്നു നമ്മളൊക്കെ. എല്ലാം പൂർവികർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാ. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. കാർ പാർക്കിംഗ് സിസ്റ്റം എല്ലാം പെർഫെക്റ്റ്. രാജു എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ശേര ഞാനതല്ല അവനെ ഏൽപ്പിച്ചത്. അവനാവുമ്പോ നോക്കിയും കണ്ടും ചെയ്യുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് കൊടുത്തിരുന്നെങ്കിൽ പോലും ഇത്ര ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുക്കങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റും രാജുവിന് അവകാശപ്പെട്ടതാ. എന്നുവെച്ചാ ഇവനെ. ഇവനാണല്ലോ അവനെ ചുമതലപ്പെടുത്തിയത്, അല്ലേ പ്രതാപ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.